ഹേ ഗായ്സ്, ഇന്ന് സിമ്പിളായിട്ടൊരു ക്രാഫ്റ്റ് ചെയ്താലോ? ഇതിനാവശ്യമായിട്ടുള്ള ആകെ ഒരു പേപ്പറാണ്. ഫസ്റ്റ് ഒരു പേപ്പർ എടുക്കുക. അതിന് നമ്മൾ സ്ക്വയർ പീസിൽ കട്ട് ചെയ്തിട്ട് റെക്റ്റാങ്കുലർ ഷേപ്പിൽ 2 to 3 ഫോൾഡ് ചെയ്യാം. ആൻഡ് ഇതേപോലെ ആയതിനു ശേഷം നമ്മളൊരു കത്രിക എടുത്തിട്ട് പെറ്റൽസ് ഷേപ്പിൽ കട്ട് ചെയ്യണം. ഇപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്. അതുതന്നെ നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെയാണ് ഗൈസ്. ഇതൊരു ഫ്ലവറാണ്, ഫ്ലവർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒരു 25 to 30 പീസസ് നമ്മൾ ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ഫ്ലവേഴ്സിൽ ഞാൻ സെൻറ്ററിലൊരു പിങ്ക് കളർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിക്കറോ അല്ലെങ്കിൽ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒട്ടിക്കാം, അതാവും ബെറ്റർ. ആടാ, ഇത് കൊള്ളാലോ. ഇപ്പോൾ ഇത് പുതിയ ഒരു ഐഡിയ കേട്ടോ. ഇതിന് ഇങ്ങനത്തെ ഒരു മറുവശം കൂടി ഉണ്ട്, നമുക്കിങ്ങനെ പമ്പരമാക്കിയിട്ട് യൂസ് ചെയ്യാം ഗൈസ്. ഇനി വിഷയത്തിലോട്ട് വരാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ത്രെഡാണ്. ഒരു ത്രെഡ് എടുത്ത് അതിൽ നമ്മളൊരു 5 ഫ്ലവേഴ്സ് ആണ് സ്റ്റിക്ക് ചെയ്യാൻ പോണത്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഗമ്മാണ്. ആ ഗം എടുത്തിട്ട് അതേപോലെ ഫ്ലവർ ഇങ്ങനെ ഹാങ് ചെയ്യണം പറ്റത്ത രൂപത്തിൽ ഇത്ര സ്പേസ് വിട്ടിട്ട് വേണം വെക്കാൻ. ഒരു 5 പീസസ് ഓഫ് ഫ്ലവേഴ്സ് വെക്കണം. ആൻഡ് ഒരു കാർഡ്ബോർഡ് എടുക്കുക. കാർഡ്ബോർഡ് എടുത്തതിന് ശേഷം അതിനെ റൗണ്ടായി കട്ട് ചെയ്ത് ഇതേപോലെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കണ ത്രെഡ് അതിലേക്ക് ടൈ ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കിയുള്ള ഫ്ലവേഴ്സും ഇതേപോലെ തന്നെ ചെയ്യാം. ആൻഡ് ദ ഫൈനൽ റിസൾട്ട് ഈസ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ് ഗൈസ്. റിസൾട്ട് ഈസ് സൂപ്പർബ് ആൻഡ് ദ നൈറ്റ് വിഷൻ ഈസ് സൂപ്പർബ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.